Ummy's Tasty Hut. അസ്സലാമലൈക്കും. കുറേ നാളായി ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം നേരെ പോകുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്. ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫോറിൻ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊന്നുമില്ല, മധുരമോ പുളിയോ അങ്ങനെ ഒരു ഫ്ലേവർ ഇല്ലാത്തൊരു ഫ്രൂട്ടാണിത്. പക്ഷേ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കൂടാതെ ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലതാണിത് ഹെൽത്തിന്. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നടുവിൽ നിന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതെടുക്കാൻ പറ്റും. എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 കപ്പ് മിൽക്കാണ് എടുക്കുന്നത്. മിൽക്ക് ഷേക്ക് ആകുമ്പോൾ നല്ല മധുരം ആവശ്യമാണല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ നല്ല തണുത്ത പാൽ, 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാലൊന്ന് ഫ്രീസറിൽ വെച്ച് നന്നായി കട്ടയാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല തിക്നെസ്സും ഉണ്ടാവും. അപ്പോൾ ഞാൻ തണുപ്പ് കുറച്ച് മതിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കൂടാതെ നല്ലതുമാണ് ഹെൽത്തിന് ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്